പുടിൻ എന്താണ് ഇപ്പോൾ ഇവിടെ മനസ്സിൽ കാണുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ തങ്ങളുടെ ഇപ്പം ഇനി ഭീഷണിയാകാൻ പോകുന്നതും നേരത്തെ പറയുന്ന പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോൾ പേടിയിലാണ് നിൽക്കുന്നത്. ജർമ്മനി അടക്കം ഫിൻലാൻഡ് അടക്കമുള്ളവർ നെഞ്ചിടിപ്പിൽ തന്നെയാണുള്ളത്. അവർ ആലോചിക്കുന്നത് ഇപ്പം ഇവർക്കെല്ലാം ഒരു ഒത്ത മറുപടി കൂടിയായിരിക്കും പുടിൻ നൽകാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ ഇതെന്ന്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ പറയാതെ തന്നെ ഇറങ്ങേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യയെ അത്രയേറെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല കച്ചവടം ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന ഒരു നിലവിലേക്ക് ഒരു സീക്രട്ട് ഡീലും കൂടെ ഇതിനകത്ത് റഷ്യ വരുന്നുണ്ട്. ഇന്ത്യയുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മോസ് അടക്കം അല്ലെങ്കിൽ അഗ്നി-5 പോലുള്ള മിസൈലുകൾ എല്ലാം തന്നെ റഷ്യയും ഇതിനിടയിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിനെ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡീല് കൂടി നടക്കുന്നുണ്ട്. അപ്പം ഇന്ത്യ സ്വാഭാവികമായിട്ട് റഷ്യയെ പിന്തുണയ്ക്കുന്നു, പരസ്യമായി പിന്തുണയ്ക്കുന്നു വരികയാണെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്നൊരു ചോദ്യം വരും. മാത്രമല്ല റഷ്യയെ ഉപരോധിക്കുന്ന ലോകക്രമം ഉണ്ടായിരുന്നല്ലോ ശരത്. ആ സമയത്തും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയാണ്. റഷ്യ ഉപരോധിക്കാത്ത ഇന്ത്യയെ നമുക്ക് എല്ലാ ഘട്ടത്തിലും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഇതൊരു ജിയോ പൊളിറ്റിക്സിന്റെ നെക്സ്റ്റ് ലെവലാണ്. അതായത് എങ്ങനെയാണ് ഇനി ഒരു ന്യൂ വേൾഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അത് എന്തായാലും ഇന്ത്യ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റഷ്യയുമായുള്ള ബന്ധമൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു പാരഡൈം ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു തേർഡ് വേൾഡ് വാറിന് മാത്രം സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ന്യൂ വേൾഡ് ഓർഡറാണ് ഇവിടെ സംജാതമാകുന്നത്. എനിക്ക് വളരെ ആശങ്കയുണ്ട്. അത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരു രാഷ്ട്രങ്ങളുമായിട്ട് പലായനം ചെയ്തിരിക്കുന്നത്. യുക്രൈനിലെ 10-12 പ്രവിശ്യകൾ റഷ്യ കീഴടക്കി അത് തിരിച്ചു നൽകില്ല എന്ന് പറയുന്നു. ഒരു സോവറൈൻ രാഷ്ട്രത്തിലെ ഇത്രയും അധികം പ്രവിശ്യകൾ ഒരു രാഷ്ട്രം കീഴടക്കി വെക്കുമ്പോൾ സമാധാന ചർച്ചയിൽ അത് ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ സെറ്റിൽമെന്റിന് സ്കോപ്പുകൾ ഇല്ലാതെ പോവുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ശരത്, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു 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 പുതിയ ലോകക്രമം, അത് പുതിയ ലോകക്രമം എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ ഒരു സാധ്യതകൾ കൂടി നൽകുന്നത്. എന്തായാലും യുദ്ധം തന്നെയായിരിക്കും പുടിൻ വിചാരിക്കുന്നത്.